വലിയകുന്ന് പടപ്പയിൽപ്പടിയിലെ പാടശേഖരത്തിലാണ് കൊയ്തുമെതിച്ചിട്ട നെല്ല് പൊടി നീക്കി ചാക്കിലാക്കുന്ന യന്ത്രം എത്തിച്ചിരിക്കുന്നത്. നാട്ടിലെ പണിക്കാരെ കിട്ടാനില്ലാത്തതും അതിഥി തൊഴിലാളികളുടെ വർദ്ധിച്ച കൂലിയും കണക്കിലെടുത്താണ് യന്ത്രത്തെ ആശ്രയിച്ചതെന്ന് കൃഷിക്കാരൻ പാക്കത്ത് അസീസ് പറയുന്നു. നെല്ല് ചേറാനൊരു മെഷീനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലെ സാധാരണ പണിക്കാരനെ ഇവിടെ കിട്ടാനില്ല. പിന്നെ ബംഗാളികളെ വിളിച്ചിട്ടാണ് കൂലി കൊടുത്തിട്ട് നമുക്ക് അത് മുതലാവില്ല. ഒരു ദിവസത്തിന് 1000 ഉറുപ്പ്യ കൂലിയും അതിൻ്റെ പണിക്കാർക്ക് 900 ഉറുപ്പ്യ കൂലിയേ ഉള്ളൂ. അപ്പം ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത് കൃഷിക്ക് ഈ ചേറലിന് എത്രയും മെച്ചമായിട്ടാണ് ഇപ്പം ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഇതിൻ്റെ കൂലിയും മിഷീൻ്റെ വാടകയും ഇതിൻ്റെ ആളെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് വിളിച്ചത്. ഒരു 140-150 ചാക്കോളം ഒരു ദിവസം ആക്കിയിട്ട് തുന്നി അട്ടിടാം. അതാണ് ഇതിലുള്ള ലാഭം. ഇത് ഏത് കർഷകർക്ക് വാങ്ങിച്ചാലും വന്ന് കാണും ചെയ്യുക, ഈ ആളിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഇത് നടുവട്ടത്തിലുള്ളതാണ് മിഷീൻ. യന്ത്ര സംവിധാനത്തിന് ചുരുങ്ങിയ ചിലവ് വരൂ. ദിവസം 150 ചാക്ക് നെല്ല് കയറ്റിക്കൊണ്ടുപോകാനാവും. അതിഥി തൊഴിലാളികൾക്ക് ആളൊന്നിന് ഭക്ഷണം സഹിതം 1500 രൂപയോളമാണ് കൂലിയെന്നും അസീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.